ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തനം. ഭാഗം 1920. ഇന്ന് ഏപ്രിൽ മാസം 3-ാം തീയതി, 93-ാമത്തെ ദിവസത്തിലെത്തി. നോമ്പ് ശരിക്കും അനുതാപത്തിന്റെ കാലമാണ്. ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത് ദുഃഖിക്കാനും സമ്മതിച്ച് ഏറ്റുപറയാൻ, ഒടുവിൽ കർത്താവിന്റെ കരുണയ്ക്കും മാപ്പിനും വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുവാനും. ദാവീദ് അനുതാപത്തിന്റെ ഒരു ഉത്തമ മാതൃകയാണ്. പാപബോധമാണല്ലോ ഏതൊരാളെയും അനുതാപത്തിലേക്ക് നയിക്കുന്നത്. അപ്പന്റെ 8 മക്കളില് ഏറ്റവും ഇളയവനായിരുന്നു ദാവീദ്. അപ്പന്റെ ആടുകളെ മേയിച്ച് നടന്നു. ചേട്ടന്മാര് 7 പേരും രാജാവായ ശൗലിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന സൈനികരായി. അപ്പോഴും ദാവീദ് ഇടയന്റെ ജോലിയിലായിരുന്നു. അവിടെ നിന്നാണ് ദൈവം അവനെ വിളിക്കുന്നത്. പടിപടിയായി ഉയർത്തുന്നു, ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഒടുവില് 12 ഗോത്രങ്ങൾ അടങ്ങുന്ന ഇസ്രായേൽ ജനം മുഴുവന്റെയും അധിപതിയാക്കി, രാജാവാക്കി. അധികാരം, സമ്പത്ത്, സ്ഥാനമാനങ്ങള്, ഏറെ സുഖ സൗകര്യങ്ങള് സമൃദ്ധിയായിട്ട് ലഭിച്ചു. രാജാഭിഷേക വേളയിൽ പ്രവാചകൻ വഴി ദൈവം ഒരു കാര്യം കൂടി അരുളി ചെയ്താൽ തന്റെ ദത്തുപുത്രനായി സ്വീകരിക്കുന്നുവെന്ന്. ഇതിൽ കൂടുതൽ എന്താണ് കിട്ടാനുള്ള ഒരാൾക്ക്? എന്നിട്ടും കാലിട കഠിനമായ അകൃത്യങ്ങളിലേക്ക് ഒന്നൊന്നായി വീണുപോയി. ഒടുവില് പാറയെ തകർക്കുന്ന കൂടം പോലെ, ദഹിപ്പിക്കുന്ന അഗ്നി പോലെ ശക്തനായ ദൈവത്തിന്റെ അതിശക്തമായ വാക്കുകളുമായി നാഥാൻ പ്രവാചകൻ കടന്നു വരുന്നു. രാജ്യത്തെവിടെയോ നടന്ന അനീതിയായി നാഥാൻ ഒരു ആടിന്റെ കഥ പറയുകയാണ്. 1000 ആടുണ്ടായിരുന്ന ധനികന്റെ വീട്ടില് ഒരു വിരുന്നുകാരൻ വന്നപ്പോൾ അയാൾ 1000 ആടുകളിൽ ഒന്നിനെപ്പോലും എടുക്കാൻ ദരിദ്രനായ അയൽക്കാരന്റെ ഏക പെണ്ണാട്ടിൻകുട്ടിയെ കൊന്ന് കറിയൊരുക്കി വിരുന്നൊരുക്കി. രാജാവും സമുന്നത ന്യായാധിപനുമായ ദാവീദിന്റെ ധാർമ്മിക രോഷം അപ്പോൾ സടകുടഞ്ഞെണീറ്റു. ശിക്ഷാവിധി ഉടനെ പ്രഖ്യാപിച്ചു. ആ മനുഷ്യൻ മരിക്കണം. ദൈവത്തിന്റെ നാമത്തിൽ ആണയിട്ടുറപ്പിച്ച വിധിവാചകമായിരുന്നു. തന്റെ മേൽ തന്നെയാണ് അത് പ്രസ്താവിച്ചതെന്ന് വൈകാതെ തന്നെ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. നാഥാൻ പ്രവാചകൻ പറയുന്നുണ്ട്, യു ആർ ദാറ്റ് മാൻ. ആ മനുഷ്യൻ നീ തന്നെയാണ്. നമ്മൾ എപ്പോഴാണ് നമ്മളിലേക്ക് കാര്യമായിട്ടൊന്ന് തിരിഞ്ഞു നോക്കുക? കണ്ടെത്തേണ്ട എല്ലാം ഒന്ന് കണ്ടെത്തുക, തിരുത്തേണ്ടതെല്ലാം ഒന്ന് തിരുത്തുക, ഒന്നുകൂടി ശുദ്ധീകരിച്ച് നന്നായി ആരംഭിക്കുക. നോമ്പ് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. പ്രാർത്ഥനയോടെ ആമേൻ.